തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയേക്കാണെങ്കിലും മഴ അല്പം തോർന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും മഴക്കാലമൊക്കെ തുടങ്ങി, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അറിവില്ലാത്തതും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തതുമായ ചില സംഗതികൾ ഇന്നത്തെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടാണ് ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഈ മഴക്കാലത്ത് നമുക്ക് പിടിപെടാൻ സാധ്യതയുള്ള ചില രോഗാവസ്ഥകൾ, ആ രോഗാവസ്ഥകൾ തടയുന്നതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില പ്രിക്കോഷൻസ്, ചില മുൻകരുതലുകൾ, ഭക്ഷണത്തിലും ജീവിത രീതികളും വരുത്തേണ്ടതായ ചില വ്യത്യാസങ്ങൾ, നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില സംഗതികൾ, ഒപ്പം തന്നെ ചില ഹോം റെമഡീസും ഇന്നത്തെ വീഡിയോയിൽ പറയാം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പല തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിക്കാറുണ്ട്. ഇത് തടഞ്ഞു നിർത്തുന്നതായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ പരിസരം, ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വഴിയരികിലൊക്കെ വിൽക്കുന്ന വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന അത്തരം ഭക്ഷണങ്ങൾ പരമാവധി ഈ സമയത്തെങ്കിലും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് തയ്യാറാവണം. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളമാണെങ്കിൽ പോലും അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെ തിളപ്പിച്ച് ആറ്റി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും ഒക്കെ കോളറയും മഞ്ഞപ്പിത്തവും ടൈഫോയിഡും ആ രീതിയിലുള്ള പലതരത്തിലുള്ള ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന പലതരം രോഗാവസ്ഥകൾ ഈ സമയത്ത് സുലഭമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് കരുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ലേ. ഈ ഭക്ഷണവും കുടിവെള്ളവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത വില്ലൻ ഈ കൊതുകാണ്. കൊതുക് വഴി പരത്തുന്ന പല രോഗാവസ്ഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഡെങ്കി. അതുപോലെ തന്നെ ചിക്കൻ ഗുനിയും മലേറിയയും ഒക്കെ ഈ രീതിയിൽ പരക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊതുകുകൾ പെറ്റുപെരുകുന്നതിനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്നത്, വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ചെറിയ തടങ്ങളിലോ ചിരട്ടകളിലോ പാത്രങ്ങളിലോ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെള്ളക്കെട്ടുകൾ, വെള്ളം കെട്ടിക്കിടക്കുക, ചാലുകളിൽ നിന്നും തോടുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടതായ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊതുവിനെ തടയാനായിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മോസ്കിറ്റോ ബാറ്റ് ഉണ്ട്, അതുപോലെ മോസ്കിറ്റോ നെറ്റ് ഉണ്ട്, മോസ്കിറ്റോ റെപ്പല്ലന്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മറ്റൊരു വിദ്യയാണ് അപരാജിത ധൂപചൂർണം. ഇത് ആയുർവേദ മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നിത്യേന വൈകിട്ട് സന്ധ്യയാകുമ്പോൾ വീടുകളിലൊന്ന് പുകയ്ക്കുന്നത് ഈ കൊതുകെന്ന് മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തിൽ രോഗാവസ്ഥകൾ പരത്തുന്ന തരം പലതരം വൈറസുകളെയും തടയുന്നതിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപരാജിത ധൂപചൂർണം അത് വാങ്ങി നിത്യേന പുകയ്ക്കുന്നത് ശീലാക്കുക. ഇനി ഇത് കിട്ടിയില്ല വെച്ചാൽ ഒന്നും പുകയ്ക്കാതിരിക്കേണ്ട, തമ്മിൽ ഭേദമാണ് കുന്തിരിക്കെങ്കിലും വാങ്ങി പുകയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ വസ്ത്രങ്ങളൊക്കെ, പരുത്തി വസ്ത്രങ്ങളൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ പാതി നനഞ്ഞ അവസ്ഥയിലൊക്കെ ധരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങിയതാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പടർന്നു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ടവലൊക്കെ പ്രത്യേകം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാറി ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഉപേക്ഷിക്കുക. പാദങ്ങളും പരിസരങ്ങളും ടോയ്ലറ്റും ഒക്കെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. ഈ മഴക്കാലത്ത് അന്തരീക്ഷമൊക്കെ തണുക്കുമ്പോൾ വാദസംബന്ധമായ പല രോഗാവസ്ഥകളും നിങ്ങളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടതായ വസ്ത്രവിധാനങ്ങൾ, അതായത് വുളൻ ജാക്കറ്റും കമ്പിളിപ്പുതപ്പും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുടിക്കുന്നതും കുളിക്കുന്നതും ഭക്ഷണവും എല്ലാം ചൂടോടെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴകിയതും ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് വീണ്ടും ഓവനിൽ വെച്ച് ചൂടാക്കുന്ന രീതിയൊന്നും തീർത്തും അനുയോജ്യമല്ല. കാരണം ഇതൊക്കെ പലതരം രോഗാവസ്ഥകൾ വരുത്തുന്നതിന് സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ദഹന തകരാറുകളും ലൂസ് മോഷനും ഡയറിയ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ഇത് മാറിപ്പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചില സംഗതികളാണ്. നിങ്ങൾക്കറിയാലോ, ചവനപ്രാശമൊക്കെ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാ. അതുപോലെ ജിഞ്ചർ ടീ, ചുക്കും ശർക്കരയും കാപ്പിപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. ഇതൊക്കെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും അഗ്നിമാന്ദ്യത്തെ തടയുക, നന്നായിട്ട് ദഹനം ഉണ്ടാവുക. അതുവഴി ആമാവസ്ഥ ഒന്നും കെട്ടിക്കിടക്കാതെ, ആമം കെട്ടിക്കിടന്നാൽ ആമാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറിയിട്ട് അതിന്റെ ഇൻഫെക്ഷൻ കൊണ്ട് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ജിഞ്ചർ ടീ, ചുക്ക് കാപ്പി ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതുപോലെ ചെയ്യാവുന്ന രണ്ട് സംഗതികളാണ്. ഇൻഫെക്ഷനൊക്കെ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മറ്റൊരു സംഗതിയാണ് തുളസിയില ഉണ്ടല്ലോ. ഓരോ പിടി തുളസിയില ചതച്ചിട്ടിട്ട് ഒരു കലം വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക രാവിലെ തന്നെ. അത് അരിച്ചെടുത്ത് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കുറേശ്ശെ ചൂടോടെ ഊതി കുടിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു സംഗതിയാണ്, ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു കഷ്ണം ഉണക്ക മഞ്ഞൾ ചതച്ചിടുക, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അത് തിളപ്പിച്ച് പാലളവാക്കി വെച്ചിട്ട് അത് പതിവായിട്ട് കഴിക്കുന്നതും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് സഹായകരമാണ്. അതിന് ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്.
ഈ ജലദോഷവും കോൾഡും ഒക്കെ വിട്ടുമാറാതെ പലതരം വൈറസ് ഇൻഫ്ലുവൻസ ഒക്കെ ആയിട്ട് പരക്കുന്നതിനിടയിൽ അതിനിടയ്ക്കൂടെ ചെറിയൊരു വില്ലൻ കോവിഡും പടർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ കണക്കുകൾ അനുസരിച്ച് ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയണത്. കോവിഡ് പടരുന്നതിന്റെ കണക്ക് ദിവസേന കേൾക്കാനുണ്ട് ഇപ്പൊ പത്രമാധ്യമങ്ങളിലും ടി വിയിലൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിനെയും കൂടി കരുതിയിരിക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ മാസ്ക് ധരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക, അടുത്തടുത്തിരിക്കാതിരിക്കുക, മിനിമം 1 മീറ്റർ അകലത്തിലെങ്കിലും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൾക്കൂട്ടത്തിലേക്കും തിരക്കേറിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ സമയത്ത് പോകാതിരിക്കുക. അതുപോലെ സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായിട്ട് കഴുകുന്നത് ശീലാക്കുക. പിന്നെ ചെറുങ്ങനെ പനിക്കോളോ ഈ കോൾഡോ സ്നീസിങ് അല്ലെങ്കിൽ തുമ്മല് മൂക്കടപ്പ് ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ അപ്പൊ തന്നെ ഈ പറഞ്ഞ ഗോൾഡൻ മിൽക്ക്, അതായത് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച പാല് കഴിക്കാം, തുളസിയില ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ചുക്ക് കാപ്പി കുടിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്റ്റീം ഇൻഹലേഷൻ, ആവി കൊള്ളുക, ആവി പിടിക്കുക. രാവിലെയും വൈകിട്ടും ആവി കൊള്ളുന്നത് നല്ലതാണ്. അപ്പോൾ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് തുളസിയില, അതുപോലെ യൂക്കാലി തൈലം, ഇഞ്ചിപ്പുൽ തൈലം ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ അതിന്റെ ആവി കൊള്ളുന്നത് കൂടുതൽ ഫലപ്രദമാണ്. നിങ്ങൾക്ക് ആ സൗരഭ്യമൊക്കെ ആ സുഗന്ധമൊക്കെ വളരെയധികം റിലീഫ് നൽകുന്നതായിരിക്കും. പിന്നെ മുറിയൊക്കെ അടച്ച് പൂട്ടിയിടാതെ ഒരു പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. വൃത്തിയുള്ള ബെഡ്ഷീറ്റ് വേണം. വീടും പരിസരങ്ങളൊക്കെ ദിവസവും 2 നേരമെങ്കിലും അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാവുന്ന 3 സംഗതികൾ: രാത്രിയിൽ ഒരു 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന് ഈ ഉറക്കക്കുറവ് കാരണമാവുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ വാദം വർദ്ധിക്കും. വാദം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും. അതിന് സംശയമില്ല. ഈ ഉറക്കം തടസ്സപ്പെടുത്തുന്നതിന് ഇടയാക്കുന്ന പലതരത്തിലുള്ള അൺവാണ്ടഡ് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നതിന്, കുറച്ചു കൊണ്ടുവരുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉപായമാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. പ്രാണായാമം ശീലിക്കുക, യോഗാഭ്യാസം ശീലിക്കുക. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നിത്യേന രാവിലെയോ വൈകിട്ടോ ഇതിനായിട്ട് മാറ്റിവെക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. അതുപോലെ ചെറു ചൂടുവെള്ളം നിത്യേന ഒരു 2 ലിറ്ററെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മഴക്കാലമാണ്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കുന്നവരുണ്ട്. ഇത് ശുദ്ധ വിഡ്ഢിത്തരാണ്. നിങ്ങൾ വെള്ളം കുടിക്കണം. അത് ഫിൽട്ടർ ചെയ്ത വെള്ളമാണെങ്കിലും തിളപ്പിച്ച് ആറിയിട്ട് വേണം കുടിക്കാനായിട്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ജ്വരം എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ് അർത്ഥം. ഏത് രോഗാവസ്ഥയിലും ചൂടുവെള്ളം കുടിക്കാനാണ് പൊതുവെ നിർദ്ദേശിച്ചിട്ടുള്ളത്. തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ ഊതി ഊതി കുടിക്കുന്നത് ആ രോഗാവസ്ഥയുടെ ആരംഭഘട്ടത്തിലുണ്ടാകുന്ന ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും വിശേഷമാണ്. ആ ദോഷഭജനം നടക്കുന്നതിനും അതുവഴി നമുക്ക് വിയർപ്പുണ്ടാകുന്നതിനും കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും അതുവഴി രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനും സഹായകരാകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള ദാഹശമനികൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പിടി തുളസിയില ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, അല്ലെങ്കിൽ ചുക്ക് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, ജീരകവും മല്ലിയും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ഇതൊക്കെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും സഹായകരമാണ്. തുളസിയുടെ കാര്യം ആവർത്തിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ശരീരത്തിലുണ്ടാകുന്ന ഏത് ഇൻഫെക്ഷനെയും തടയുന്നതിന് വളരെയധികം ഫലപ്രദമാണ് തുളസിയില ചതച്ചിട്ടുള്ള വെള്ളം. നിങ്ങൾക്ക് ഈ കോൾഡോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് കുടിക്കാനുള്ള വെള്ളം തുളസിയില ചതച്ചിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് ഫ്ലാസ്കിൽ സൂക്ഷിച്ച വെള്ളം ഗൾപ്പായിട്ട് കുറേശ്ശെ കുടിക്കുമ്പോൾ നമുക്ക് ആ വേർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ലാഘവം, ലഘുത്വം, ലൈറ്റ്നെസ്, ആ പനിക്കും കോൾഡിനൊക്കെ ചെറുതായിട്ടൊരു കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടും. രോഗപ്രതിരോധ ശേഷി നിലനിർത്താനായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ദിനചര്യ അധ്യായത്തിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പകൽ ഉറങ്ങരുതെന്ന് പറയുന്നത്. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കഫദോഷം വർദ്ധിക്കും, ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറയും, അഗ്നിവാന്തി ഉണ്ടാവും, ദഹനത്തകരാറുണ്ടാവും. ഇത്തരം കഫസംബന്ധമായ രോഗാവസ്ഥകൾ പെട്ടെന്ന് പിടിപെടുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പകലുറക്കം വേണ്ട, രാത്രി കിടന്ന് ഉറങ്ങും വേണം. പിന്നെ നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തൈലം തിരഞ്ഞെടുത്തിട്ട്, കാരണം ഈ തണുപ്പ് വരുമ്പോൾ മഴക്കാലത്ത് ശരീരത്തിൽ വാദം വർദ്ധിക്കും. അപ്പൊ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രയോഗമാണ് തൈലപ്രയോഗം, തൈലാഭ്യംഗം. അത് അനുയോജ്യമായിട്ടുള്ള തൈലം ചെറുതായിട്ട് ചൂടാക്കി കഴുത്തിന് കീഴെ മേലൊട്ടാകെ തേച്ച് തലോടി ഒരു അരമണിക്കൂർ ഇരിക്കുക, ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇത് പതിവായിട്ട് നിത്യേന രാവിലെയോ വൈകിട്ടോ ചെയ്യുന്നത് നല്ലതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നട്ടപ്പാതിരിക്കും നട്ടുച്ചയ്ക്കൊന്നും കുളിക്കരുത്. ഒന്നുകിൽ രാവിലെ വെയിൽ ചൂടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വൈകിട്ട് വെയിലാറി ഇരുട്ട് വീഴുന്നതിന് മുമ്പുള്ള സമയം. ഏറ്റവും ഉചിതം ഒരു 4 മണിക്കും 6-6:30ക്കും ഇടയ്ക്കുള്ള സമയമായിരിക്കും വൈകിട്ട്. അപ്പോൾ നിത്യേനയുള്ള ഈ അഭ്യംഗം ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നതിനെ നിയന്ത്രിക്കാനായിട്ട് സഹായകരാകുന്നുണ്ട്. ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത, ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഹോംലി ഓർഗാനിക് ഫുഡ് പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നത്ര ശ്രമിക്കുക. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓട്സ്, യവം, ബാർലി, അതുപോലെ ഗോതമ്പ്, അരി, ഇത് ഏതാണ് നിങ്ങൾക്ക് ശീലമുള്ളതും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് അത് ശീലിക്കാം. അതുപോലെ തന്നെ മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാക്സീഡും ചിയ സീഡും ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ്. ഈ സമയത്ത് മുതിരയും ചെറുപയറും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന നല്ലതാണ്. കഞ്ഞിയും മുതിരത്തോരൻ, അല്ലെങ്കിൽ കഞ്ഞിയും ചെറുപയറും, ഒരു ചുട്ട പപ്പടം, അധികം താളിക്കാത്തൊരു പച്ചക്കറി കൊണ്ടുള്ള ഒരു തോരൻ,
എന്തെങ്കിലും ഫ്രൂട്ട്സ്, മാതളപ്പഴം, പുഴുങ്ങിയ നേന്ത്രപ്പഴം, ഇത്തരം സംഗതികളൊക്കെ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാ. അതുപോലെ തന്നെ കാച്ചിയ മോര്, തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി മോരാക്കി എന്ന് ഉറപ്പുവരുത്തുക. അതിൽ വെള്ളം ചേർത്ത് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന കാച്ചിയ മോരും അതും നിത്യേന ശീലിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് ഒരുപാട് കളറുകളും പ്രിസർവേറ്റീവുകളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡുകൾ, ബർഗറും പിസ്സയും മയണൈസും ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. രാവിലെ കഞ്ഞി കുടിക്കുമ്പോഴേ ചുവന്നുള്ളി പശു നെയ്യ് ചേർത്ത് മൂപ്പിച്ചിട്ട് അതൊരല്പം ഒരു 1-2 ടീസ്പൂൺ പശു നെയ്യ്, അതിലേക്ക് ഒരു 4-5 അല്ലി ചുവന്നുള്ളി ചേർത്ത് മൂപ്പിക്കുക. അത് ഈ കഞ്ഞിയോ അല്ലെങ്കിൽ ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയോ കഴിക്കുന്നത് നിങ്ങൾക്ക് ഈ വാദത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, വാദം വർദ്ധിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന രൂക്ഷത വർദ്ധിക്കുന്നതിനൊക്കെ തടയുന്നതിന് സഹായകരവും, ദഹനം ശരിയായിട്ട് നടക്കുന്നതിന്, ശോധന കൃത്യമായിട്ട് ലഭിക്കുന്നതിനൊക്കെ സഹായകരവും. ഇനി അഥവാ പൈൽസോ കോൺസ്റ്റിപ്പേഷനോ അത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിനെ നിയന്ത്രിക്കുന്നതിന് ഈ പ്രയോഗം സഹായകരവും. പിന്നെ തൈര്, അച്ചാറ്, എണ്ണപ്പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പോടയും ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ സമയത്ത് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ 1-2 ടീസ്പൂൺ ചവനപ്രാശം കഴിച്ചിട്ട് അതിന്റെ മീതെ ഓരോ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് എങ്കിലും ചൂടുള്ള പാലും കൂടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ അത് പച്ചമഞ്ഞളും ആര്യവേപ്പിലും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് എടുക്കാം. കുടിക്കാനായിട്ട് ചുക്കും ജീരകവും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം എടുക്കാം. അതല്ലെങ്കിൽ മല്ലിയും ജീരകവും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം എടുക്കാം. ഇതിനായിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ചുക്കും ജീരകമൊക്കെയാണ് എടുക്കണമെങ്കിൽ ഒരു 10-15 മാക്സിമം ഒരു 20 ഗ്രാം, അതിൽ കൂടുതൽ വേണ്ട. അത് ചതച്ചിട്ട് നന്നായിട്ട് ഒരു 15-20 മിനിറ്റ് സമയം വെട്ടി തിളപ്പിക്കുക. അത് കഴിഞ്ഞാൽ ആ ചണ്ടി അരിച്ച് മാറ്റിയിട്ട് ആ വെള്ളം ഫ്ലാസ്കിൽ സൂക്ഷിക്കുക. അത് കൂടെ കുടിക്കാനായിട്ട് എടുക്കുക. അപ്പൊ ഇതിനായിട്ട് ചുക്കും ജീരകം അല്ലെങ്കിൽ മല്ലിയും ജീരകം, ഇനി അതല്ലെങ്കിൽ തുളസിയില, ഇതൊക്കെ ഇതിന് ഉചിതമാണ്. വേറൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഈ പനിക്കോളോ കോൾഡോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു മേലും കൈയും കഴപ്പും വേദനയും, ഒരു ഉണർവില്ലായ്മ, ഉന്മേഷമില്ലായ്മ, തണുപ്പ് തോന്നുക, വിറയിലുണ്ടാവുക, ദഹനമില്ലായ്മ, വിശപ്പില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പം ദഹിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് കഴിക്കുക. ഇനി നിങ്ങൾക്ക് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം അല്പം ഉപ്പിട്ട് കഴിക്കുക. പിന്നെ അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ, കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ചുക്ക്, കുരുമുളക്, കറിവേപ്പില, അതുപോലെ കരയാമ്പൂ, കറുവപ്പട്ട, ജീരകം, ഇത്തരം സംഗതികളൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ഇഞ്ചിയും ചുക്കും ഒക്കെ നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാണ്. വിശപ്പും ദഹനവും ഒക്കെ ശരിക്കുള്ളവരാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അമുക്കുരം പാൽക്കഷായം, അതൊരു 30 ഗ്രാം അമുക്കുരം, അശ്വഗന്ധ, അതൊന്ന് കഴുകിയെടുത്ത് ചതച്ചെടുത്തിട്ട് ചെറുതായിട്ടൊരു ശീലയിൽ കിഴികിട്ടുക. 1 ഗ്ലാസ് പാലിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ചെറുതീകരിച്ച് വറ്റിക്കുക. പാലളവാക്കി വറ്റിച്ച് അരിച്ചെടുത്തിട്ട് ആവശ്യമാണെങ്കിൽ അല്പം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് പതിവായിട്ട് കുടിക്കുന്നത് ദഹനം കിട്ടുന്നതിന്, ഉറക്കം കിട്ടുന്നതിന്, ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നതിനൊക്കെ സഹായകരമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള വിശപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദഹനശക്തി ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിശപ്പില്ലാതിരിക്കുമ്പോൾ ഇത് കഴിക്കുന്നത് ഉചിതമല്ല. പനിക്കോളം അങ്ങോട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിറ്റമൃത് ഉണ്ടല്ലോ, അത് കഷായം വെച്ച് കഴിക്കാം. അതിനായിട്ട് ഒരു 60 ഗ്രാം ചിറ്റമൃത്, അത് തൊലി കളയണം, അതിന്റെ നാരും കളയണം. എന്നിട്ട് അത് കഴുകി കൊത്തി നുറുക്കി ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 60 ഗ്രാം ഇട്ട് തിളപ്പിച്ച് 250 മില്ലിയാക്കി വറ്റിച്ച് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറുക്കി വറ്റിച്ച് 125 മില്ലിയാക്കുക. അതിന്റെ പകുതി വീതം, അതായത് ഏകദേശം ഒരു 60 മില്ലി വീതം കാലത്തും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് പതിവായിട്ട് കഴിക്കുന്നത് ആ ആമപാചനത്തിന് സഹായിക്കും. അതുവഴി ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഈ പനിക്കോളും നീർക്കെട്ടും അതുപോലെ തന്നെ കോൾഡും ഒക്കെ കുറഞ്ഞു വരുന്നതിന് സഹായകരവും. ഇനിയിപ്പോൾ അതിലേക്ക് മേമ്പൊടിയായിട്ട് ചുക്കും കുരുമുളകും തിപ്പലിയും കൂടെ പൊടിച്ചു വെച്ച ചൂർണം ഒരു 1/4 ടീസ്പൂണും കൂടെ ഈ കഷായത്തിലേക്ക് മേമ്പൊടി ചേർത്ത് കഴിക്കാമെങ്കിൽ വിശേഷമായി. വിശപ്പും ദഹനം ഉണ്ടാക്കുന്നതിനും അത് സഹായകരവും. പിന്നെ നിങ്ങൾക്ക് ചർമ്മത്തിന്റെ തിളക്കത്തിനും ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിനും ദഹനശക്തിക്കും എല്ലാത്തിനും പൊതുവെ ഉപകാരപ്പെടുന്ന മറ്റൊരു സംഗതിയാണ് ഒരു 4 നെല്ലിക്ക പൊളിച്ച് കുരു കളയുക. 4-5 എടുക്കാം. അത് അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ ജ്യൂസ് അടിച്ച് രാവിലെ പതിവായിട്ട് കഴിച്ചു വെറും വയറ്റിൽ. അതും ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിന് സഹായകരമാണ്. ബ്രഹ്മരസായനം അല്ലെങ്കിൽ ചവനപ്രകാശം ഒക്കെ രാവിലെയോ രാത്രിയോ കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിന്റെ ആവശ്യമില്ല. കാരണം അതിൽ ധാരാളം നെല്ലിക്ക ചേർന്നിട്ടുള്ള സംഗതിയാണ്. വൈറ്റമിൻ സി ധാരാളമായിട്ട് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. മോഡേൺ സയൻസും ആയുർവേദവും ഒരുപോലെ റെക്കമെൻഡ് ചെയ്യുന്ന സംഗതിയാണ് ഈ നെല്ലിക്ക. ആമലകി, എംബ്ലിക്ക ഒഫിഷ്യനാലിസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വീഡിയോ ലിങ്കിൽ കാണുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.